ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് പത്രോസ് എഴുതിയ ലേഖനം, പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറഞ്ഞൊരു വാക്കിതാണ്: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ചിന്താകുലങ്ങളെ ഇട്ടുവാൻ പറ്റിയ ഒരൊറ്റ സ്ഥലം നമ്മുടെ കർത്താവിൻ്റെ പാദപീഠമാണ്. പ്രതികൂല സാഹചര്യങ്ങളിലൂടെ അതേ പ്രയാസങ്ങളുടെ വലിയ ഭാണ്ഡക്കെട്ടും പേറി ലോകത്തിൽ ജീവിക്കുവാനായി തുടങ്ങിയ നമ്മളുടെ ഭാരങ്ങൾ അനുദിനം വർദ്ധിക്കുകയാണ്. പ്രയാസകരമായ സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ട് ഈ പ്രയാസങ്ങളെ വഹിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുകയില്ല. അത് മനസ്സിലാക്കിയ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ പത്രോസിന് കൂടെ നമ്മളോട് ഓർപ്പിക്കുകയാണ്: നമുക്ക് വേണ്ടി കരുതുന്നവനാണ് നമ്മുടെ ദൈവം. പത്രോസ് പറഞ്ഞത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ, വേറെ ആർക്കുമല്ല, കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കരുതുന്ന കർത്താവ്. അതിൽ നമ്മൾ ഓരോരുത്തരാണ്. ഇന്ന് പൽക്കാലം ദൈവം നമ്മളെ കരുതുവെന്ന് നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? എന്തിനാ പ്രയാസം അനുഭവിക്കുന്നത്? എന്തിനാ പ്രയാസപ്പെടുന്നത്? യേശുനാഥൻ കൂടെയുണ്ടെന്ന് കരുതുന്നവൻ ഞാനല്ലയോ? കലങ്ങുന്നത് എന്തിന്? നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, നീ തളർന്നു പോകരുത്, നീ വീണു പോകരുത്. കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്. കരത്തെ പിടിച്ച് കരുതി നടത്തുന്ന ആ നല്ലവനായ കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ, നമ്മെ ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നമ്മെ തളർത്തിക്കളഞ്ഞാലും, നമ്മെ വിട്ടിട്ട് ആരൊക്കെ പോകിയാലും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ ചേർത്ത് പിടിച്ച് ആ ദിവ്യ സ്നേഹം നമ്മുടെ മേൽ പകർന്ന് അതേ തണുപ്പേറിയ ജീവിതയാത്രയിൽ നമുക്ക് വേണ്ട ചൂട് നൽകി ഒരമ്മ തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കുന്നത് പോലെ യേശു ക്രിസ്തു കർത്താവ് നമ്മെ സ്നേഹത്തോടെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു: മോനെ, മോളെ, ഞാൻ നിനക്കായി കരുതുന്ന ദൈവമാണ്. ലോകം നമുക്ക് വേണ്ടി ഒന്നും കരുതിയില്ലെങ്കിലും, മാതാപിതാക്കന്മാർ, മക്കളെ, നിങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ ഒന്നും കരുതിയില്ലെങ്കിലും, അതേ വാത്സല്യ മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതുന്നില്ലെങ്കിലും, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതുന്നില്ലെങ്കിലും, യേശു സകലത് നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നു. ആകയാൽ സമയമാകുമ്പോൾ അത് നമുക്ക് നൽകുന്ന ദൈവമാണ്. അതിനായി കാത്തിരിക്കുക. കരുതുന്നൊരു ദൈവമുണ്ട് എന്നോർത്തുകൊണ്ട് അതേ മുൻപോട്ട് പോകുക. തളർന്നു പോകരുത്, വീണു പോകരുത്. പ്രത്യാശയെ പുതുക്കുക. നന്മയുടെ ദൈവം കൂടെയുണ്ട്. കർത്താവിനെ മുറുകെ പിടിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.